അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ട് എടുക്കുന്നത് ചെറുപയറാണ്. ഒരു കൈപ്പിടിയിൽ ചെറുപയർ എടുക്കുക. പിന്നെ നമ്മൾ നുറുക്കരി, നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതരിയുമാകട്ടെ അതൊരു ഗ്ലാസ് മിക്സിയിലിട്ട് 2-3 പ്രാവശ്യം കറക്കി വരുമ്പോഴേക്ക് നുറുക്കരിയായി കിട്ടും. അങ്ങനെയുള്ള ഒരു നുറുക്കരി ഒരു കൈപ്പിടി എടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് നുറുക്കാണ്. നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പിടി അങ്ങ് എടുക്കുക. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് ഒരു അരമണിക്കൂർ അങ്ങ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വാരി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഒരു 2 വിസിലടിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് വരുന്നത് 1 കപ്പ് തേങ്ങ തിരുമിയത്, നല്ല ചവരൊന്നും ഇല്ലാത്ത നല്ല കുറച്ച് മധുരിപ്പൊക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ ജീരകവും കൂടി അരച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ആവശ്യത്തിന് ഒരു മൃദുവായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് വെണ്ണ പോലെ അരയണ്ട. അത് നമ്മൾ ആ പാലും തേങ്ങ ചേർന്നതായിട്ടുള്ള അരപ്പ് ഇതിലേക്ക് കഞ്ഞിയിലേക്ക് കുക്കറിലേക്ക് അങ്ങ് ഒഴിക്കുക. ഒന്ന് തിളച്ച ഒരു 1-2 കമള ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഓഫ് ചെയ്യാം. ഇത്രയും തിളച്ച് കിട്ടിയാൽ മതി. നമുക്കതൊന്ന് ഇളക്കി ഓഫ് ചെയ്യാം. നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിനായിട്ട് കറിയായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ചൗരി പപ്പടം എടുക്കുന്നുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്, പിന്നെ ഇഞ്ചി അച്ചാറും. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.